ഞാൻ മേനോന്റെ വീട്ടിൽ ആരായിട്ടാണ് പോയിരുന്നത്? ലല്ലുമായിട്ട് ഞാൻ പോയിട്ട് അതിക്രമിച്ച് കയറി കത്തി കുത്തി സ്വർണം 5 പവൻ സ്വർണ്ണം കൊടുത്തു. കുറേ ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്തോട്ടെ. ഞാൻ അവിടെ പോകുമ്പോൾ എൻ്റെ കയ്യിലെൻ്റെ കുട്ടി ഒരു കയ്യിലൊരു ബാഗും ഉള്ളത്. അടച്ചോനാണ് ഞാൻ വേണോ വേണ്ടേ കൊടുത്തിട്ട് ഞാൻ റെക്കോർഡ് ഓണാക്കുന്നത്. ഞാൻ ഗർഭിണിയായപ്പോൾ പോലെ എന്നെ മർദ്ദിച്ചിട്ടുള്ള ഒരാളാണ് ഈ മുമ്മായി മെഹനാസ്. ആ സമയത്ത് എൻ്റെ കയ്യിലെ പാടുണ്ടോ എന്റെ തലവരയ്ക്ക് ഞാൻ ആ റെക്കോർഡ് ഓണാക്കിയത്. ഏത് മൂടും കൊണ്ട് നീ എന്റെ മോന്റെ കോപ്പെടുക്കാൻ വന്നത്? നിന്റെ മോനെ ഇതിലെവിടെയാണ് ഞാൻ കത്തി കൊണ്ട് കുത്തിയിട്ട് സ്വർണ്ണം എടുക്കുന്നത്, ഡോക്യുമെന്റ്സ് എടുക്കുന്നത്? ഈ മെഹനാസ് ഇവിടെ ഫ്ലാറ്റ് കുത്തി പൊട്ടിച്ചിട്ട് എന്റെ ഡോക്യുമെന്റ്സ്, എന്റെ SSLC ബുക്കുള്ള ഡോക്യുമെന്റ്സ് അടക്കം മെഹനാസ് കൊണ്ടുപോയിട്ടുണ്ട്. ഇത് നീലേശ്വര പോലീസ് സ്റ്റേഷനാണ്. പറഞ്ഞു സാർ. ഒരു നഫീസത്ത് പറയുന്നവരോട് വന്നിട്ടുണ്ടായിരുന്നു, ഒരു പരാതി വന്നിരുന്നു. ഹലോ, ഐ ആം മുകേഷ് യാദവ് മാധവ്. ഇപ്പോൾ സഭയ്ക്കെതിരെ ഒരു കേസ് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സഭ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് മെഹനാസിൻ്റെ വീട്ടിൽ പോയി സഭ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി 5 പവൻ്റെ സ്വർണം കവർന്നു എന്നൊക്കെ രീതിയിലുള്ള ഒരു കേസാണ് കൊടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ സഭ ഇങ്ങനൊരു വീഡിയോ ചെയ്തില്ലായിരുന്നെങ്കിൽ പലരും സഭയെ കുറ്റപ്പെടുത്തിയാനേ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, സഭ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം എന്നൊക്കെ വേണമെങ്കിൽ പലരും പറഞ്ഞാനേ. കാരണം സഭയുടെ കൂടെ നിൽക്കുന്നത് ലല്ലു ആയതുകൊണ്ട് തന്നെ ലല്ലു ചെയ്യുന്നതെല്ലാം കുറ്റമാണ് എന്ന രീതിയിൽ തന്നെയാണ് എല്ലാവരും കരുതുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലല്ലുവിൻ്റെ കൂടെ നിൽക്കുന്നവരും അത്തരത്തിൽപ്പെട്ട ആളുകളായിരിക്കും എന്ന് തന്നെയാണ് പലരും കരുതുന്നത്. എല്ലാവരെയും അങ്ങനെ പറയാൻ കഴിയത്തില്ല. എന്നിരുന്നാലും ഫസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം അങ്ങനെയാണ് കരുതുന്നത്. ഒരുപക്ഷെ ഫസ്മിനെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതും ഫസ്മിനെ തെളിവുകളോടെ പല കാര്യങ്ങളും പറയുന്നത് കൊണ്ട് തന്നെ ആയിരിക്കണം. എന്നാൽ ഇപ്പോൾ ലല്ലുവും അതുപോലെ തന്നെ സഭയും ഒക്കെ പല പല തെളിവുകളായിട്ട് വരുന്നുണ്ട്. അതായത് ഫസ്മിനയുടെ കൂടെ നിൽക്കുന്ന മെഹനാസ് കൊടുത്തുള്ള പരാതി അത് ഫാൾസ് അലിഗേഷനാണ്, അതായത് കള്ളപ്പരാതിയാണ് കൊടുത്തത് എന്ന തരത്തിൽ തന്നെയാണ് സഭ തെളിവുകളോടെ രംഗത്ത് വന്നിരിക്കുന്നത്. അതിന് സഭ നൽകിയിരിക്കുന്ന തെളിവുകളും അത്തരത്തിലുള്ളതാണ്. അതായത് മെഹനാസിൻ്റെ വീട്ടിലേക്ക് കയറുന്നത് മുതലുള്ള ഓഡിയോ അതുപോലെ തന്നെ വീഡിയോയും കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഓഡിയോ ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുകയാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് കേട്ടാൽ മനസ്സിലാവും സഭ പറയുന്നതാണോ സത്യം അതോ മെഹനാസ് പറയുന്നതാണോ സത്യം. ഇവിടെയൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ സഭ പറയുന്നതാണ് സത്യമെന്ന് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. കാരണം ആ ഓഡിയോ അത്ര ക്ലിയറായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അനുവാദം മേടിച്ചിട്ടാണോ ആ വീട്ടിലേക്ക് കയറി ചെന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് തനിക്ക് അനുവാദം കിട്ടി, അതിനുള്ള കോൾ റെക്കോർഡും തൻ്റെ കയ്യിലുണ്ട് എന്ന് തന്നെയാണ് സഭ പറയുന്നത്. എന്തായാലും നമുക്ക് ആ സഭ ഇപ്പോൾ പുറത്തു വിട്ട ആ ഓഡിയോ ഒന്ന് കേട്ട് നോക്കാം. അത് കണ്ടിട്ട് മെഹനാസ് കൊടുത്ത പരാതി ശരിയായുള്ള പരാതിയാണോ അതോ സഭ ഭീഷണിപ്പെടുത്തി 5 പവൻ സ്വർണം കവർന്നോ എന്നുള്ളതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണോ എന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. എന്തായാലും ആ ഓഡിയോ ഒന്ന് കേട്ട് നോക്കാം. ഞാൻ ആ ബെഡ് കുട്ടിയുടെ തൊട്ടിലും ബെഡും എടുക്കാൻ, ആ തൊട്ടിലില്ലേ, തൊട്ടില് മറ്റേ ആ സ്റ്റാൻഡിന്റെ തൊട്ടില്, ആ കാർബോർഡിന്റെ എന്തേലും അല്ല അത് അല്ല പെട്ടെന്ന് ഈ മറ്റേ ഒരു കാർബോർഡിൽ ഒരു ബെഡ് അത് പിന്നെ മറ്റേ ബെഡുകളുണ്ട്. കുട്ടീൻ്റെ തന്നെ ഞാൻ കൊണ്ടുപോയില്ല ഒന്നും. അതിന് പിന്നെ എടുക്കാൻ വരാൻ നടക്കൂല. ഓനെ കൊണ്ട് നീ ഫേമസ് ആയി എന്നിട്ട് ഓനെ തടുത്ത് ആയിക്കോട്ടെ, സാരമില്ല. ഓനെ കൊണ്ട് നീ ഫേമസ് ആയി എന്നിട്ട് ഓനെ തന്നെ തകർത്ത്. ഇത് ഓനെ കൊണ്ട് ആയിന്നിട്ട് കിട്ടിയെന്നല്ലേ ഇതല്ല അല്ലേ? ആയിക്കോട്ടെ, നമ്മൊന്നല്ല അല്ല അല്ല നിങ്ങൾ പറഞ്ഞോണ്ട് നിങ്ങൾ പച്ചയായ മനസ്സിലായി, നമ്മ ഇല്ല പറയുന്നുണ്ട് മഞ്ഞായ മനസ്സിലായി. അത്ര അതും ആ കമ്പി ആ തന്നെ അതല്ല അതല്ല അതന്നെ അതെന്റെതാ, ഇതാ അതെനിക്ക് കിട്ടിയതാ. ഈ കമ്പിയാ? ആ അപ്പൊ ഇതന്നെ ഇതേ ഫാത്തിമാന്റെ ആക്കിച്ച് ഇപ്പൊ പെയിന്റ് കൊടുത്തത്. അപ്പൊ ഇതെന്റെ പുതിയ ഒരെണ്ണം ഉണ്ടായിരുന്നു. ആ ഇതല്ല, ഇതേപോലെ തന്നെ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഇതുപോലത്തെ ഇതന്നെ ഉണ്ടായി, ഞാൻ കൊണ്ടുപോയില്ല. അത് ഞാൻ വണ്ടിയിൽ സ്ഥലമില്ലാണ്ട് കൊണ്ടുപോയില്ല.
ഇല്ലപ്പോ ഇതുപോലത്തെ ആണോ പോട്ടെ, വേണ്ട വേണ്ട. അല്ല ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ലേ. ഇത് ഓർക്ക് നമ്മ വീട് നാക്കിച്ച് ഇല്ല, കമ്പി ഇവിടെ വെച്ച് ഞാൻ കൊണ്ടുപോയില്ല. ഫിറ്റ് ചെയ്തില്ല, സാധനം ഇവിടെ തന്നെ ഇരിപ്പുണ്ടായി. പാക്കറ്റ് അല്ല, കമ്പിയെപ്പാടി സെപ്പറേറ്റ് കമ്പി എക്സ്ട്രാ വന്നതാ. പിന്നെ ആ തൊട്ടിലുണ്ട്, ആ തൊട്ടിൽ തന്നെ അതിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അതവിടെ ഉണ്ട്. ആ ഓക്കെ, അല്ല ആ തൊട്ടിന്റെ അകത്ത് അതേപോലെ തന്നെ. അത് മുകളിലാന്ന് തോന്നുന്നു. പിന്നെ മേനു സാധനങ്ങൾ കൊണ്ടുവന്ന സമയത്ത് എൻ്റെ ഡോക്യുമെന്റ് ഉള്ള ഫയൽ ഉണ്ടായിരുന്നു. ഡോക്യുമെന്റ് ഉള്ള ഫയൽ, എൻ്റെ കുറച്ച് ഡ്രസ്സുകൾ, മേക്കപ്പ് സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. അതൊക്കെ മേനു ഇങ്ങോട്ട് ബാഗായിട്ടാണോ വന്നേ? എന്നാ പിന്നെ ആ താമസിക്കുന്നിടത്തുണ്ടായിരിക്കും. ഹലോ, അത് എടുക്കണം. ഒന്ന് വണ്ടി ബാക്കിലേക്ക് വെച്ചേ. ഒരു കാർഡ്ബോർഡ് പെട്ടി. അതന്നെ എന്നാ തന്നെ. അതല്ലേ ഇങ്ങനത്തെ ജനലിൽ തൂക്കണുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, പിടിക്കണോ? ആ ഡിക്കി ഒന്ന് പറഞ്ഞേ. ഡിക്കിയാ ഉപ്പ കൊണ്ടുതന്നുണ്ട്. ഒന്ന് ജസ്റ്റ് കയറ്റിയാൽ മതി. അത് ബാക്കിൽ കയറോന്നാവോ? അത് കയറല്ലേ? ഓ അല്ല, ഞാൻ ട്രെയിൻ വന്നതാ, ഇവിടുന്ന് ഊബർ വിളിച്ചതാ. ഫ്രണ്ടിലേക്കൊക്കെ പോണ്ടപ്പാ. അസ്സലാമു അലൈക്കും. ശരി. എനിക്ക് തോന്നുന്നു ഈ ഓഡിയോ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും സഭ പറയുന്നതാണ് സത്യം, ഇല്ലെങ്കിൽ സഭ അവിടെ ആരെയും ഭീഷണിപ്പെടുത്തിയില്ല, 5 പവൻ സ്വർണം കവർന്നെടുത്തിട്ടില്ല എന്നൊക്കെ ഈ ഓഡിയോ കേട്ടാൽ നമുക്ക് മനസ്സിലാവും. അവിടെയൊക്കെ ഒന്ന് വേണമെങ്കിൽ ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും കുട്ടിയുമായിട്ട് പോകുമ്പോൾ എങ്ങനെ ഇങ്ങനെയൊക്കെ സാധിക്കും. അതും ലല്ലുവുമായിട്ട് ചെന്നാണ് ഭീഷണിപ്പെടുത്തി 5 പവൻ സ്വർണം കവർന്നതെന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ ഒരു കേസ് കൊടുക്കാമെന്നല്ലാതെ ഇത് കോടതിയുടെ കയ്യിൽ ചെല്ലുകയാണെങ്കിലോ ഇല്ലെങ്കിൽ പോലീസ് തന്നെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ ഓഡിയോ ഒന്ന് കേൾക്കുകയാണെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് കേസ് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉദ്ദേശിക്കാമല്ലോ. അവിടെ സഭ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആ ഉപ്പ പറയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ആ കുട്ടിയുടെ കരച്ചിലും ഉമ്മ പറയുന്ന കാര്യങ്ങളും എല്ലാം നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാവുന്നതാണ്. ഇവിടെ ഒരു സംസാരം പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പൊതുവേ ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള സംസാരം ഉണ്ടാവും, അടിയുണ്ടാവാം, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ സഭ ഒന്നും മിണ്ടിയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അത് അങ്ങനെ ചെയ്യാനുള്ള കാരണം തന്നെ ആ ഉപ്പയാണെന്നാണ് പറയുന്നത്. ആ ഉപ്പ നല്ല മാന്യമായിട്ടാണ് പെരുമാറുന്നത്. അതിൽ സഭയ്ക്ക് പോലും വേറൊരു അഭിപ്രായം ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഇവിടേക്ക് ഇതിന് ശേഷമായിരിക്കാം മേഘനാസ് കൊണ്ടുപോയി കംപ്ലയിൻറ്റ് കൊടുത്തതും സഭയെ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിക്കുകയൊക്കെ ചെയ്തത്. എന്തായാലും പോലീസുമായിട്ട് സഭ സംസാരിക്കുന്ന ഓഡിയോ ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട്. അതിലും സഭ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഓഡിയോ ഉണ്ട്, വ്യക്തമായിട്ടുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട്,
ഇങ്ങനെയൊക്കെ കേസ് കൊടുക്കുമെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ മുൻകൂട്ടി ആ ഓഡിയോ എടുത്തിട്ടുണ്ട് എന്ന് സഭ തന്നെ പോലീസിനോട് പറയുന്ന ഓഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ ആ പോലീസുകാരന് കുറേ കാര്യങ്ങൾ മനസ്സിലായെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ആ ഓഡിയോ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. എന്തായാലും സഭയെ പോലീസ് വിളിക്കുന്ന ആ ഓഡിയോ ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം. ഹലോ, ഹലോ, ഇത് നീലേശ്വരം പോലീസ് സ്റ്റേഷനാണേ. നീലേശ്വരം. നീലേശ്വരം ആ കാസർഗോഡ് ജില്ല. പറഞ്ഞു സാർ. ഒരു നഫീസത്ത് പറയുന്നവരിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു പരാതി വന്നിരുന്നു. പറഞ്ഞോ. നിങ്ങളെ ഭർത്താവിന്റെ ഉമ്മയാ? അതെ അതെ അതെ. അതായത് നിങ്ങൾ ആ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയിട്ട് ഒരുപാട് സാധനങ്ങൾ എടുത്തുകൊണ്ടുപോയി എന്നുള്ള മറ്റാണ് ഒരു പരാതി. എന്റെ കുട്ടീന്റെ കുറച്ച് സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അതിക്രമിച്ചൊന്നും കയറിയില്ല. ഞാൻ കയറിയപ്പോ തൊട്ട് ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്തിട്ടാ കയറി. എനിക്ക് അറിയാം ഇവരിങ്ങനെ കള്ളക്കേസ് കൊടുക്കൂന്ന്. കാരണം ആ ഉമ്മയും മേനാസൊക്കെ എന്നെ ഉപദ്രവിക്കാറില്ല. ഞാൻ ഗർഭിണിയായപ്പോ തൊട്ട് എന്നെ ഉപദ്രവിക്കല. ഞാൻ എന്റെ കുട്ടിയുടെ കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി ഞാൻ വണ്ടിയായിട്ട് വന്നതാ. ഞാൻ കയറിയപ്പോ തൊട്ട് ഞാൻ റെക്കോർഡർ ഓൺ ആക്കിയിട്ടേ കയറിയേ. എനിക്കറിയാം എന്തെങ്കിലുമൊക്കെ അവര് കള്ളക്കേസ് കൊടുക്കും. എനിക്ക് നല്ലോണം അറിയാം. ഞാൻ കയറിയപ്പോ തൊട്ടുള്ള റെക്കോർഡ് ഞാൻ വേണ്ടി സാറിന് അയച്ചുതരാം. അവിടെ ചെന്നപ്പോ അവരെന്നോട് ഓരോന്ന് പറഞ്ഞല്ലാണ്ട് ഞാൻ ഒരു വാക്ക് ഞാൻ മിണ്ടിയില്ല. കാരണം കയറിയപ്പോ തന്നെ മേനാസിന്റെ ഉപ്പ പറഞ്ഞു മോളൊന്നും മിണ്ടണ്ട, ഉമ്മ എന്തേലൊക്കെ പറയൂന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഇറങ്ങണവരെ ഞാൻ ഒന്നും മിണ്ടാണ്ട ഞാൻ കയറിയേക്കണേ. ഈ കള്ളക്കേസ് കണ്ടപ്പോഴേ ഏത് വീഡിയോസ് ഞാൻ കണ്ടു യൂട്യൂബില്. അപ്പോഴേ ഞാൻ തന്നെ ഞെട്ടിപ്പോ. ഞാൻ അപ്പൊ തന്നെ ഉപ്പാനെ വിളിച്ചപ്പോ ഉപ്പ കോൾ എടുത്തില്ല. ഞാൻ വേണേ റെക്കോർഡർ സാറിന് അയച്ചുതരാം. നിങ്ങളുടെ പേരെന്ത്? സഫ. സഫ. എന്നിട്ട് നിങ്ങളെ ഭർത്താവായിട്ട് ലീഗലായി ഡൈവോഴ്സ് ആയോ നിങ്ങള്? ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കോർട്ടിലെ ഹയറിംഗ് ആണ് അടുത്ത മാസം തൊട്ടിട്ട്. ഹിയറിംഗാ? നിങ്ങളെ പിന്നീട് നിയമപരമായിട്ട് കല്യാണം കഴിച്ചതല്ലേ? ഇല്ല, നിക്കാഹ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ലീഗലി മാരീഡ്. പിന്നീട് ഇവരെ മകൻ അവിടെ ഇല്ലെന്നോ? മകൻ എവിടെയെന്ന് അറിയില്ല. ഇപ്പൊ ഞാൻ എന്റെ കാർ ഡ്രൈവറിന് ഞാൻ ഊബർ ഓടിക്കാൻ കൊടുക്കാൻ വണ്ടി. എന്റെ കാർ ഡ്രൈവറിനെ ഇവര് തല്ലിയ കേസിൽ ഇപ്പൊ ഒളിവിലാണ്. അത് കേസ് കൊടുത്തിട്ട് ഇപ്പൊ അവർ ഒളിവിലാ. തെളിവെടുപ്പിന് വിളിച്ചിട്ടൊന്നും വന്നിട്ടില്ല. ഇപ്പൊ കോടതി കേസ് നടക്കുന്നുണ്ടല്ലേ? നടക്കുന്നുണ്ട്. 2 കേസ് ഇപ്പൊ പുള്ളിക്കെതിരെ നടക്കുന്നുണ്ട്. ഒന്ന് എന്റെ വണ്ടിക്കാരനെ തല്ലിയതിന്റെ ഡ്രൈവർ കേസ് കൊടുത്തിട്ടുണ്ട്. എന്റെ വണ്ടി. പിന്നെ എന്റെ പേരിലുള്ളത് ഈ ഡിവോഴ്സിന്റെയും പിന്നെ എന്നെ മർദ്ദിച്ചതിന്റെ കേസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അല്ല, ഈ ഫാമിലി ഇഷ്യൂ ഇങ്ങനെ ഡൈവോഴ്സ് ആയിട്ട് ഉണ്ട്. ഇത് കോടതിയില്? ആലുവ കോടതിയില് കൊടുത്തിട്ടുണ്ടോ? ഞാൻ ഇപ്പൊ പ്രൊട്ടക്ഷൻ ഓർഡർ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഹയറിംഗ് നടക്കുക അടുത്ത മാസം. പ്രൊട്ടക്ഷൻ ഓർഡർ അയാളുടെ പേരിൽ വീടുണ്ടോ? ഇല്ല, ഇപ്പൊ എന്റെ കൂടെ ഇല്ല. അല്ല, വീട് അയാളുടെ പേരിലുണ്ടോ? വീടുണ്ടോന്നാ? അയാൾ ഈ താമസിക്കുന്ന നിങ്ങളിപ്പോ ഇന്നലെ പോയി പറഞ്ഞ വീട് ആരാതാ? അത് ഉപ്പാന്റെ പേരില്. അവരുടെ ഉപ്പാന്റെ പേരിലാ? നിങ്ങൾ ആ സാധനം എടുക്കാൻ വേണ്ടി മാത്രമേ പോയുള്ളൂ? ഞാൻ ആ സാധനം എടുത്ത് കുട്ടീന്റെ കുറച്ച് തൊട്ടിലും കുറച്ച് ബെഡും ഉണ്ടായി. അത് എടുത്ത് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി. അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്റെ ഞാൻ കയറിയപ്പോ തൊട്ട് റെക്കോർഡർ ഓൺ ആക്കിയിട്ടുണ്ട്, വോയിസ് റെക്കോർഡർ. ഉപ്പ സത്യം പറയും ഉപ്പ. പക്ഷെ ഉപ്പ ഇവരിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ചിലപ്പോ ഉപ്പ മിണ്ടാണ്ടിങ്ങനെ ഉപ്പാനെ ഒരുപാട് വട്ടം വിളിച്ചു. ഈ കേസ് ഞാൻ യൂട്യൂബിൽ കണ്ടപ്പോ ഞാൻ ഉപ്പാനെ വിളിച്ചു. പക്ഷെ ഉപ്പ കോൾ എടുത്തില്ല. ഇത് എപ്പാണ് സംഭവം? ഇതിപ്പോ ഒരു 2-3 ദിവസമായിട്ടുണ്ടാവുള്ളൂ. 4 ദിവസമായി. ഇവരിങ്ങനെ. അതുപോലെ തന്നെ സഭ പറയുന്ന ഒരു സീരിയസ് മാറ്റർ ഉണ്ട്. അതായത് സഭ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് മേഘനാസും ഉമ്മയും തന്നെ മർദ്ദിച്ചിട്ടുണ്ട്. അതിൻ്റെ പാടുകൾ തൻ്റെ കയ്യിലുണ്ട്. ഇതുവരെ ഞാനിത് തുറന്നു പറയാത്തത് ആ ഉമ്മയുടെ ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. എന്നാൽ എനിക്കേറെ കള്ളപ്പരാതി കൊടുത്തത് മുതൽ ആ റെസ്പെക്റ്റ് എന്നിൽ നിന്ന് പോയി. അതുപോലെ തന്നെ പല ഇൻ്റർവ്യൂകളിലും ഞാൻ ഇതിനെക്കുറിച്ച് തുറന്നു പറയാത്തത് അവരെ ഇതിലേക്ക് വലിച്ചടിക്കേണ്ട എന്ന് കരുതിയിരുന്നതാണ്. എന്നാൽ അവർ തന്നെ ഇപ്പോൾ തന്നെ ദ്രോഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന നിലയിൽ ഇനി എനിക്കൊന്നും മറച്ചു വയ്ക്കാനില്ല. അതുകൊണ്ടാണ് ഇക്കാര്യം താൻ ഇപ്പോൾ പറയുന്നതെന്നും സഭ വ്യക്തമാക്കുന്നുണ്ട്. അവിടേക്ക് എടുത്തു പറയേണ്ടത് ആ ഉപ്പയെക്കുറിച്ച് ഒരിക്കലും സഭയ്ക്ക് വേറൊരു അഭിപ്രായമില്ല. നല്ല രീതിയിലാണ് ബാക്കിയുള്ളവരെല്ലാം തന്നോട് പെരുമാറിയത്. എന്നാൽ മെഹനുവും ഉമ്മയും തന്നോട് പെരുമാറിയത് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ്. അത് ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ മർദ്ദിക്കുകയുണ്ടായി എന്ന തരത്തിലാണ് സഭ പറയുന്നത്. എന്തായാലും ഇതിനോടകം തന്നെ സഭ ആ ഉമ്മയായിട്ടുള്ള ഒരു വോയിസും പുറത്തു വിട്ടിട്ടുണ്ട്. അവിടെയും സഭയ്ക്ക് പറയാനുള്ളത് ഇതൊന്നും ഞാൻ പുറത്ത് വിടത്തില്ലായിരുന്നു, പക്ഷേ മെഹനാസ് തൻ്റെ ഉപ്പയുടെ വോയിസ് പുറത്ത് വിട്ടത് കൊണ്ട് തന്നെ ഇനി താനും ഇതൊന്നും ഒളിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ മെഹനാസിൻ്റെ ഉമ്മയുടെ വോയിസ് ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുന്നത്. എന്തായാലും ഉമ്മയും സഭയും എന്താണ് പറയുന്നതെന്ന് കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. യൂസുറിന്റെ പാന്റും കുപ്പായും കൊണ്ടുപോയിനോലോ നീ. അതെന്താ നീ കൊണ്ടുപോയി വരുമ്പോ? അത് ഞാൻ കൊറിയർ അയച്ചേക്കാം.
നാണുമാനില്ലാതെ നമ്മളെല്ലാം പറ്റുമല്ലോ എനിക്ക്. കേട്ടില്ലേ? ഇതാണ് റെക്കോർഡ്. അതിനുശേഷം ഞാൻ ആ കോള് കട്ട് ചെയ്തിട്ട് പിന്നെയും ഉമ്മ വിളിക്കുന്നുണ്ട്. രണ്ടാമത് വിളിച്ചപ്പോൾ ഉമ്മയുടെ വർത്താനം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഉമ്മ പറഞ്ഞത് നിന്റെ മോൻ ഇതുപോലൊക്കെ ആവുമ്പോൾ അനുഭവിക്കും. ഞാൻ പറഞ്ഞു എൻ്റെ മോൻ ഇതുപോലത്തെ സ്വഭാവമാണെങ്കിൽ അനുഭവിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. മക്കൾ തെറ്റിയുമ്പോൾ അത് പറഞ്ഞു കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു റെക്കോർഡുണ്ട്, അതും കൂടി നിങ്ങൾ ഒന്ന് കേട്ടോ. അല്ല, ഏത് മൂടും കൊണ്ട് നീ എന്റെ മോന്റെ കോപ്പ് എടുക്കാൻ വന്നത്? ഫോട്ടോ? ഏത് ഫോട്ടോ എടുക്കാൻ? എന്ത് മോന്റെ ഫോട്ടോ എടുക്കാൻ വന്നത്? ഏത് മോന്റെ ഫോട്ടോ എടുക്കാൻ ഞാൻ വന്നത്? മോന്റെ ഫോട്ടോ അല്ല, മോന്റെ കോപ്പ് എടുക്കാൻ എന്റെ മോനെ കൊണ്ടല്ലേ കിട്ടീനി. മോന്റെ കഴിവ് കൊണ്ടല്ല കിട്ടിയത്. ആ അതന്നെ ആയിക്കോട്ടെ, എന്റെ മോനെ കൊണ്ട് നീ ഏടെ എത്തുന്ന അറിയാല. ഞാൻ മിണ്ടാണ്ട് പൂച്ചേരെ പോലെ എന്നാ ഒരു സാധനം കിട്ടത്തില്ല, അറിയോ? ആ തേച്ചു നീ എത്തൂല. അതെ അതെ, തികച്ചാരെത്താട്ടെ നമുക്ക് കാണാം, നോക്കാം. അതന്നെ അത് കാണാം. ഒരു പുണ്ണുണ്ടായോണ്ട് നീ ആ പുണ്ണിന് തോണ്ടാലും. ആയിക്കോട്ടെ. അതന്നെ, ആ പുണ്ണുണ്ടായോണ്ട് പുണ്ണിന് തോണ്ടാലും. നിങ്ങക്ക് നിങ്ങളുടെ കെട്ടിയവന്റെ തല്ല് കിട്ടാത്തോണ്ട് ഇങ്ങനെ അതിന്റെ കുറവാ. എനിക്കത് കിട്ടിയോണ്ട് ഞാൻ ഇറങ്ങിപ്പോയി, അത്രേ ഉള്ളൂ. ഇനി എനിക്ക് തല്ലും കൊണ്ട് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇനി ഞാൻ റിഫാനെ പോലെ തല്ലും കൊണ്ട് ചാവണമായിരിക്കും, അതെന്നെ കൊന്നിടണമായിരിക്കും. പച്ചയായ മനുഷ്യൻ ഉപ്പാനെ പറയുന്നു. ഉപ്പാനെ പച്ചയായ മനുഷ്യൻ തന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഉപ്പ മാത്രമേ അവിടെ നല്ലതുള്ളൂ. അതെ, എനിക്കൊന്നും കണ്ട. ഞാൻ കണ്ടിട്ട് എന്റെ അടുത്ത് ആരൊക്കെയാണ് നല്ലതുപോലെ പെരുമാറിയിട്ടുള്ളത് അവരാണ് എനിക്ക് നല്ല മനുഷ്യൻ. എപ്പോഴാണെങ്കിലും എന്റെ അടുത്ത് പെരുമാറിയ അനുസരിച്ചിട്ട് ഞാൻ എല്ലായിടത്തും നിന്നിട്ടുള്ളൂ. ഗർഭിണിയാവുമ്പോ നിങ്ങളുടെ കൈയല്ലല്ലോ എന്റെ വയറുമിടിച്ചത്. അതെ, ഉപ്പാനെ പച്ചയായിട്ട് തന്നെ വെച്ചേക്കുന്ന. അതെ, ഞാൻ ഉപ്പാനെ പച്ചയായിട്ട് തന്നെ വെച്ചേക്കുന്ന. ഇനി ഉപ്പാനെ ഞാൻ കൊണ്ടുപോയി ഇട്ട് കൊടുക്കണോ? എനിക്ക് അതിന് താല്പര്യമില്ല. ഉപ്പ എന്റെ അടുത്ത് എങ്ങനെയാണ് നിന്നേ ഞാൻ അതുപോലെ നിന്നിട്ടുള്ളൂ. ഞാൻ ഗർഭിണിയായപ്പോ എന്നെ മർദ്ദിച്ചേക്കുന്നത് നിങ്ങളും നിങ്ങളുടെ മകനുമാണ്. നിന്റെ മോനെ ഇപ്പൊ തല്ലും. നിന്റെ മോനെ മോന്റെ കെട്ടിയോള് തല്ലും. ആയിക്കോട്ടെ. എന്റെ മോന്റെ സ്വഭാവം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും. മക്കളെ നന്നാക്കണം. ആയിക്കോട്ടെ. നോക്കാം. അല്ല, ഈ ഓഡിയോ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും സ്വന്തം മകന്റെ മകനെ പോലും മോശമായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഇവിടെയൊക്കെ മേനാസിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ പറയാം, സഫ അങ്ങനെയൊക്കെ പോയത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നത് എന്നൊരു ചോദ്യം അവിടെ വന്നിരിക്കാം. അവിടെയൊക്കെ സഭയുടെയും ലല്ലുവിൻ്റെയൊക്കെ ഇൻ്റർവ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സഭയോ ലല്ലുവോ ഒരിക്കൽ പോലും പറയുന്നില്ല സഭയും ലല്ലുവും എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട്. പക്ഷെ പല തെളിവുകളും സഭയ്ക്കും ലല്ലുവിനൊക്കെ എതിരാണ്. ഇനി അതൊക്കെ ഉണ്ടാക്കിയെടുത്തതാണെന്ന് വേണമെങ്കിൽ പറയാം. എന്നിരുന്നാൽ തന്നെയും പലരും പറയുന്നൊരു കാര്യമുണ്ട്, ഇനി സഭയും ലല്ലുവുമായിട്ട് ഇനി അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ അവരെ വിട്ടേക്കൂ, അതിൻ്റെ പിന്നിൽ എന്തിനാണ് ഇവർ നടക്കുന്നത് എന്നുള്ളൊരു ചോദ്യവും അവിടെ വരുന്നുണ്ട്. ഇതിലൊക്കെ ഇവർ ലീഗലായിട്ട് മാരേജ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യവും എടുത്തു നോക്കേണ്ടതാണ്. ഇനി എന്തായാലും കോടതി തീരുമാനിക്കട്ടെ. അതുപോലെ തന്നെ പോലീസിന് തന്നെ ഒന്ന് അന്വേഷിച്ചാൽ ഈ സത്യങ്ങളൊക്കെ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇവിടേക്ക് വീണ്ടും ഈ സീരീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താവുമെന്നൊന്നും അറിയത്തില്ല. ഇന്നൊരാൾ തെളിവുമായിട്ട് വരുവാണെങ്കിൽ നാളെ മറ്റൊരാൾ വേറെ തെളിവായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ, ബൈ, സീ യു.